അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹു മതി. എന്നെ അല്ലാഹു ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു ആണ്. എന്നെ തിരിച്ചു വിളിക്കുന്നതും അല്ലാഹു ആണ്. അല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും എൻ്റെ ജീവിതത്തെ നിർണയിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാകുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടുന്ന, സത്യം ചെയ്യേണ്ടുന്ന, പ്രഖ്യാപിക്കേണ്ടുന്ന നാളുകളാണിത്. അങ്ങ് മക്കയിൽ ഇന്നലെയും മെനിയാന്നും ഇന്നുമൊക്കെയായി അല്ലാഹു അക്ബർ, അല്ലാഹു മഹാനാണെന്ന വചനം ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനത്തിന് ഞാൻ വിധേയനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റെന്ത് സൗകര്യങ്ങളും പടച്ചവന്റെ തൃപ്തിയേക്കാൾ വലുതല്ല എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ അല്ലെങ്കിൽ ഈ കർമ്മക്കെ ഈ ഹജ്ജിന്റെ നാളുകളെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാർ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സത്യവിശ്വാസികൾ ഇതേ വാചകം ഉച്ചരിച്ചുകൊണ്ട് പടച്ചവനാൻ അല്ലാഹുവാണ് മഹാൻ ഉച്ചസ്ഥരമുള്ള പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തെ കണ്ടറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം ഒരുപാട് പ്രയാസങ്ങളാൽ നമ്മെ വീർപ്പ് മുട്ടിക്കുകയാണ്. പല രീതികളിൽ വ്യക്തിപരമായുണ്ട്, സാമൂഹികമായുണ്ട്, സാമുദായികമായുണ്ട്, പ്രാദേശികമായുണ്ട്, എല്ലാ തലത്തിലുമുണ്ട്. ഇസ്ലാമായി ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെ ഗൂഢമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാവരെയും അല്ല ചിലരുടെയെങ്കിലും ഗൂഢമായ പ്രവർത്തനം കൊണ്ടുള്ളത് പ്രയാസകരമായ അവസ്ഥയാണുള്ളത്. സത്യവിശ്വാസികൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള പ്രയാസം. ഈ ലോകം അള്ളാഹുവിന്റെ ലോകമാണ്. ഇവിടെ മനുഷ്യരെ ആകെ സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ചവനാണ്. ആ പടച്ചവന്റെ നിയമത്തനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് ഇവിടെ കഴിയാതാകുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവാണ് വലിയവനെന്ന് പറയുന്നതാണ് പലർക്കും ഇഷ്ടമില്ലാതായി പോകുന്നത്. അള്ളാഹു അല്ല വലിയവൻ, അതിനേക്കാളേറെ വലുത് ഞങ്ങളിൽപ്പെട്ട ചിലതാണ്, ഞങ്ങളാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള മൂഢവിശ്വാസത്തിന്റെ ആളുകളുടെ ജൽപ്പനങ്ങൾ ഈ വിശ്വാസികൾക്ക് നേരെ അക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതൊരു പ്രതിസന്ധിയെയും എന്ത് വന്നാലും ഏറ്റെടുക്കാനുള്ള ദൃഢപ്രതിജ്ഞയുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാം ത്യജിക്കാൻ തയ്യാറായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹമായി കാണുന്ന സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഇണയും മക്കളുമൊക്കെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കോചവും കൂടാതെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേറ്റെടുത്തുകൊണ്ട് ആ ത്യാഗത്തിലൂടെ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ എനിക്ക് മറ്റെന്തിനേക്കാളും തൃപ്തി ആവശ്യമായി വരുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയാണെന്നുള്ള പ്രഖ്യാപനം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത പിൻപറ്റിക്കൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിന്റെ അടയാളങ്ങളായി പുലർത്തിപ്പോരേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ത്യാഗോജ്വലമായിരുന്നു. നമുക്കറിയാം, സ്വന്തം നാടും വീടും വിട്ടുമൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
പിരിഞ്ഞു പോവേണ്ടി വന്നത്, പട്ടിണി കിടക്കേണ്ടി വന്നത്, ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നത് ഈ ഈ വചനം ഉറക്കെ പറഞ്ഞതിന്റെ പേരിലാണ്, ഈ വചനം ഉൾക്കൊണ്ടതിന്റെ പേരിലായിരുന്നു. ഈ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ചുവന്ന പരവതാനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ കല്ലും മുള്ളും ചവിട്ടിയായിരിക്കണം ആവും പ്രയാണം തുടരേണ്ടത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും മനസ്സിന് ഈമാനിന്റെ കരുത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ജീവിക്കുകയാണ് നാം. നമ്മൾ മരിച്ചേ തീരൂ. നമ്മളൊരു നാളിൽ തിരിച്ചു പോകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക്. അവിടെ പോകുമ്പോ വിഭവങ്ങളില്ലാതെയാണ് പോകുന്നതെങ്കിൽ, പടച്ചവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഒന്നും സമ്പാദിക്കാതെയാണ് നാം പോകുന്നതെങ്കിൽ, തുടർന്നുള്ള ജീവിതകാലം മുഴുക്കെ നഷ്ടത്തിലായിരിക്കുമെന്നുള്ള പാഠം, ആ ഏറ്റവും വലിയ സത്യം, ആ സത്യമാണ് പ്രവാചകന്മാരിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, അപ്പോൾ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, വെറുതെ കളിതമാശയായി ഓടിച്ചാടി നടക്കാൻ, ആർമാദിച്ച് ആഘോഷിച്ച് നടക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതിപ്പോയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നാണോ കരുതുന്നത്? താൻ തോന്നിയായി ഇവിടെ ജീവിച്ച് തന്നിഷ്ടപ്രകാരം അങ്ങ് അലിഞ്ഞ് ഇല്ലാതായി പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതിന്റെ ഓരോ ഘട്ടവും മുതൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുതൽ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം എത്രമാത്രം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് പടച്ചവനോട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശഭൂമികളും ആകാശഭൂമി ഉപരിലോകവും ഭൂമിയും ഈ പ്രപഞ്ചങ്ങളൊക്കെയും അവർക്കിടയിലുള്ളതൊക്കെയും കളിയായി, തമാശയായി, വിനോദമായി സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? വമാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ശരിയായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ അത് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിക്കുകയാണ്, സൂറത്തുൽ ഖസസിൽ പറയാണ്, വബ്തഖി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോകത്തെ വിജയം നേടിക്കൊള്ളുക. അള്ളാഹു നമുക്ക് എന്താണോ നൽകിയത്, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, പണം നൽകിയില്ല. ആരോഗ്യം കൊണ്ട് നീ പരലോകത്തേക്കുള്ള വിജയം ഒരുക്കിക്കൊള്ളുക. നിനക്ക് ചിലപ്പോൾ ആരോഗ്യപരമായി ക്ഷീണമായിരിക്കാം, പക്ഷെ പണം നൽകിയിട്ടുണ്ട്. പണം കൊണ്ട് നീ ആ പരലോകത്തേക്കുള്ള ജീവിതം വിജയകരമാക്കുക. ആരോഗ്യവും പണവും നൽകിയില്ലെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് നീ പരലോകത്തേക്കുള്ള ജീവിതം സമ്പന്നമാക്കുക. എന്താണോ അള്ളാഹു നമുക്ക് നൽകിയത് അത് പടച്ചവന്റെ തീരുമാനമാണ്. അതിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ നമ്മൾ അങ്കലാപ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു എന്ത് നമുക്ക് നൽകിയോ അതുകൊണ്ട് പരലോക വിജയത്തേക്കുള്ള പരിശ്രമം നടത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വബ്തഖി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം നേടുക. എന്നാൽ പരലോക വിജയത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്? അത് മാത്രമാണോ നമ്മുടെ ദൗത്യം? വലാ തൻസ നസീബക മിനദ് ദുനിയാ, നിങ്ങൾ ഈ ദുനിയാവിലെ ജീവിതം മറന്നേക്കണ്ട. ഈ ദുനിയാവിൽ അച്ചടക്കമുള്ള ഒരു മനുഷ്യനായി കുടുംബ ബന്ധം പുലർത്തി മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധം നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. ലോകത്തെ മറന്നുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ രീതിയിൽ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുക, നല്ലവനായി ജീവിക്കുക. എന്നാൽ പടച്ചവൻ എന്ത് നൽകിയോ അത് പടച്ചവൻ ഒരുക്കിയ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കുകയും ചെയ്യുക.
അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. എന്തെന്ന് നന്മകളാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് നമ്മൾ. നാളെ നമ്മൾ മറ്റൊരു കല്യാണത്തിന് പങ്കെടുക്കേണ്ടതുണ്ടാവാം. മറ്റന്നാൾ നമ്മളൊരു ടൂർ പോവേണ്ടതുണ്ടാവാം. നാളെ അതിനുശേഷം നമ്മൾ കലാലയ ജീവിതം, നമ്മുടെ ഉദ്യോഗ ജീവിതം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ, ഓരോ സമയങ്ങൾ, ആഹ്ലാദകരമായി നിന്നു പോകുന്ന സമയങ്ങൾ, അതൊക്കെ തന്നെയും പടച്ചവൻ തന്ന അനുഗ്രഹമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലും പടച്ചവൻ അനുഗ്രഹമായി നമുക്ക് നൽകിയതാണ്. ഓരോ ബുദ്ധിമുട്ടിന്, ഓരോ പ്രയാസത്തിന് പോലും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നുകൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുന്നു. നമുക്ക് പുഞ്ചിരിയോടെ പടച്ചവൻ ഒരുക്കിയ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള എളുപ്പങ്ങളാണ് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും എന്നുകൂടി നാം അറിയുക. പടച്ചവൻ എല്ലാം ഇവിടെ നമ്മൾ അനുഭവിക്കുന്നതൊക്കെയും ഇവിടെ അനുഗ്രഹമായി തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കരുതേ. ഇവിടെ ഫിത്ന വിളമ്പല്ലേ. ഇവിടെ സമുദായങ്ങൾ തമ്മിലുള്ള തമ്മിലടി ഉണ്ടാക്കല്ല. ഇവിടെ അയൽക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായി ഭിന്നിച്ചു പോകല്ല. ഇവിടെ സഹോദരന്മാരും സഹോദരിമാരും ഭാര്യ മക്കളുമായിട്ട് നിങ്ങൾ പിണങ്ങിപ്പോവല്ല. നിങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കണം. ഇവിടെ ഫസാദ് ഉണ്ടാക്കരുത്. ആളുകൾക്കിടയിൽ സ്പ്ലിറ്റ്, ഭിന്നത ഉണ്ടാക്കരുത്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നൽകിയത് കൊണ്ട് പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് പരലോക വിജയത്തിന് വേണ്ടി നാം പരിശ്രമിക്കുകയും ദുനിയാവ് മറക്കാതിരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു ഇങ്ങോട്ട് എന്തൊക്കെ നന്മകൾ നമുക്ക് നൽകിയോ അതേപോലെ അങ്ങോട്ടും നന്മകൾ ചെയ്യുക. പടച്ചവൻ ഇങ്ങോട്ട് നൽകിയ നന്മക്ക് തുല്യമായ ഒരളവിൽ നമുക്ക് അങ്ങോട്ട് നന്മ ചെയ്യാൻ കഴിയുകയില്ല തന്നെ. നമ്മുടെ ഒരു കണ്ണിന്റെ കാഴ്ച അതൊരുക്കിയ സംവിധാനം, അതിന് മാത്രമായി നമ്മൾ എത്ര ആയുസ് നന്മ ചെയ്താലും ശുക്ർ ചെയ്താലും മതിയാവൂല. പ്രിയപ്പെട്ടവരെ, കാഴ്ചയില്ലാത്തവരെയും കാഴ്ച ഉള്ളവരെയും പഠിച്ചാൽ, കണ്ണിനെ കുറിച്ച് പഠിച്ചാൽ, ഏറ്റവും ചെറിയ ഒരു കാര്യം, ചെറിയ ഒരു അവയവത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ഈ ശരീരത്തിൽ എന്തെന്ത് അത്ഭുതകരമായ സംവിധാനങ്ങളാണ് പടച്ചവൻ ഒരുക്കിയിരിക്കുന്നത്. എത്രമാത്രം നന്ദി നമ്മൾ പറയണം. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനക്ക് ഉത്തരം തരുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉദാഹരണം പറയാണ്, നമുക്ക് ഉറങ്ങണം, നമുക്ക് ജോലി ചെയ്യണം, നമുക്ക് വിനോദം നമുക്ക് ആസ്വദിക്കണം, ഒക്കെയുമുണ്ട്. പടച്ചവനെ കുറിച്ചോർത്ത് കണ്ണീരണിയാൻ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആ ഓർമ്മയിൽ വിലയം പ്രാപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ ദിവസം ആർമാദിക്കേണ്ടുന്ന ദിവസമല്ല. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പാഠം നൽകുന്ന ദിവസമാണ്. അബ്ജത്തുൽ ഹിദായയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസു അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾക്ക് ഒരേ ഒരു റബ്ബാണുള്ളത്. വ ഇന്ന അബാക്കും വാഹിദ്, ഒരേ ഒരു പിതാവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്, ആദമാണ് ആദ്യത്തെ മനുഷ്യൻ. ആദമിലൂടെ പിറന്നു വന്നതാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. ആരൊക്കെയാണ് ഈ എല്ലാ മനുഷ്യർ? മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾ, മതമില്ലാത്തവർ, കറുത്തവർ, വെളുത്തവർ, എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്. പടച്ചോൻ പറയാ, ആദമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സ്നേഹിക്കുക, മനുഷ്യന്മാർക്കൊപ്പം നിൽക്കുക, അതാണ് മനുഷ്യന്റെ ദൗത്യം, വിശ്വാസിയുടെ ദൗത്യം. അതിൽ ഭിന്നതയുണ്ടാക്കല്ല. ഈഴവനെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കാനുള്ള ചില കള്ള് നേതാക്കന്മാരുടെ ശ്രമങ്ങൾ പോലും ഏറ്റവും പുതിയതായി നമ്മൾ ഈ നാട്ടിൽ കാണുകയാണ്. പതറിപ്പോകരുത്. പലരും പറയും അനധികൃതമായി വല്ലാതെ എന്തൊക്കെയോ നേടിയെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കാവുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അധികാരിവർഗം മൗനം പാലിക്കും. അധികാരത്തിന്റെ കേന്ദ്രങ്ങളൊക്കെയും നമ്മെ ഭീഷണിപ്പെടുത്തിയേക്കാം, പ്രയാസപ്പെടുത്തിയേക്കാം. പതറിപ്പോകാതെ എല്ലാ ജനങ്ങളെയും ഇങ്ങോട്ട് ആക്രമിച്ചവനോട് പോലും
അങ്ങോട്ട് നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ച ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സുഹൃതമായി സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സഹോദരന്മാർക്ക് അത് പരിപൂർണമായി പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാൻ, അവരവരുടെ നാട്ടിലേക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാളിൽ അവിടെ ഉയർന്ന പ്രാർത്ഥനകൾക്ക് കാരണവാനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും ആ പ്രാർത്ഥന സ്വീകരിച്ച് ഫലസ്തീൻ അടക്കമുള്ള ജനതയുടെ വിമോചനം എളുപ്പം സാധ്യമാകാനുള്ള തൗഫീഖും കാരണവാനായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ അള്ളാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണമേ അള്ളാഹ്. ഇതുപോലെ ഒരുപാട് പെരുന്നാളുകളിൽ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചവരാണ് ഞങ്ങൾ, ബന്ധുമിത്രാദികളോടൊപ്പം ജീവിച്ചവരാണ് ഞങ്ങൾ. പടച്ചവരെ, പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ സുഹൃത്തുക്കളിൽ പലരും ഞങ്ങളോടൊപ്പമില്ല. റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാ. അവരുടെ ജീവിതയാത്രയിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെയും നീ പുറത്തവർക്ക് നിന്റെ മഹാ അനുഗ്രഹമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് നീ സുരക്ഷിതത്വം നൽകണമേ അല്ലാ. നീ സംരക്ഷണം നൽകണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ റബ്ബേ. മാനസികവും ശാരീരികവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകുകയും നിന്റെ ദീനനുസരിച്ച് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد.